ഇത് കണ്ടോ, ഈ 3 പാത്രയും ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ് കേട്ടോ. ഒരു 2 ആഴ്ച മുമ്പ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ശരിക്കും നോൺ സ്റ്റിക്കിൻ്റെ ഒരു ദോശതാവ വാങ്ങിക്കണമായിരുന്നു. പിന്നെ കുഴിയുള്ള 1-2 പാത്രം കൂടെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടയിൽ പോയതാണ്. പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ നല്ല പാത്രങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ആ കടക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഇത് 3 കൂടി ഉള്ള ഒരെണ്ണമുണ്ട്. ഞാൻ ഏതാ ബ്രാൻഡ് എന്നൊന്നും പറയണില്ല കേട്ടോ. നമുക്ക് മിക്കവാറും എല്ലാ ബ്രാൻഡുകളുടെ എങ്ങനെ കിട്ടും തോന്നുന്നു ഓഫറായിട്ട് അല്ലേ. ഇപ്പോൾ 3 എണ്ണം വാങ്ങിക്കുവാണെങ്കിൽ വിലക്കുറവുണ്ട്, അങ്ങനെ വാങ്ങിച്ചു കൂടെയെന്ന് അതോർത്ത് ഞാൻ വാങ്ങിച്ചതാണിത്. ഇത് ശരിക്കും ഇതിൻ്റെ കവറിൽ എഴുതിയിരിക്കുന്ന പൈസ 4155 ഇത് നമുക്ക് കിട്ടിയ റേറ്റ് 2200 കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 50% വിലക്കുറവിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കിട്ടുക, അതും നല്ല ബ്രാൻഡഡ് പാത്രങ്ങൾ കിട്ടുക എന്ന് പറയുമ്പോൾ നല്ലതല്ലേ. ഒരടപ്പ് ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം നമുക്കുണ്ടല്ലോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കൊടുത്ത് അടപ്പ് കിട്ടത്തില്ല. ഇതിപ്പോൾ 3 എണ്ണത്തിനും കൂടി ഒരടപ്പാണ്. ഇപ്പം എനിക്ക് ഇത് 2 എണ്ണം വെക്കണമെന്നുണ്ടെങ്കിൽ 2 എണ്ണത്തിൽ ഒരുമിച്ച് കറി വെക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ഈ ഒരെണ്ണനെ മൂടാൻ പറ്റുള്ളൂ. ഇതെന്താ ഒരു അടപ്പ് തരാത്തേ, അതെനിക്കറിയത്തില്ല കേട്ടോ എന്താണ്. എന്തായാലും ഒരടപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് അക്കടി പറ്റിയത് എന്താണെന്നറിയാമോ? ഇത് കണ്ട് ഞാൻ ഇത് തുറന്ന് ശരിക്കും ക്വാളിറ്റി ഒന്നും നോക്കിയില്ല. ഇത് നമ്മളെ പറ്റിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. മിക്കവാറും എല്ലാ ബ്രാൻഡുകൾക്കും ഇങ്ങനെ ഒരു 50% അല്ലെങ്കിൽ ഒരു നല്ല ഓഫറിലൊക്കെ നമുക്ക് ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കിട്ടാറുണ്ട്. ഒരു വലിയ കവറിനകത്ത് 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം 4 എണ്ണം ഒക്കെ ആയിട്ട് കിട്ടും. അപ്പം നമുക്കിത് നല്ല വിലക്കുറവാണല്ലോ, വാങ്ങിക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ, ഈ 3 പാത്രങ്ങൾക്ക് ഭയങ്കര കട്ടി കുറവാണ്. അപ്പം കട്ടി കുറവെന്ന് പറയുമ്പോഴുണ്ടല്ലോ, ഇതിന് എല്ലാം 3നും നല്ല കട്ടി കുറവാണ്. പക്ഷേ എനിക്ക് ഇതിൽ കറി വെക്കണതിന് കുഴപ്പമൊന്നുമില്ല. ഒരു തോരൻ എന്തെങ്കിലുമൊക്കെ ഇതിൽ വെക്കാം, എന്തെങ്കിലും ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്യാം. അതുപോലെ ഇതാണെങ്കിലും ഇത് ചാണകം വെക്കണതിനാണ് കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് സാധാരണ നമ്മൾ നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വാങ്ങിക്കുമല്ലോ, അപ്പം അതിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇതിന് നല്ല കട്ടി കുറവാണ്. പിന്നെ ഇത് ഈ ദോശത്തവയുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ അതിൽ ദോശ അപ്പമൊക്കെ ചുടുമ്പോഴേ അതിൽ എണ്ണയൊന്നും പറക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒട്ടിപ്പിടിക്കുമല്ലോ. ഇതുണ്ടല്ലോ, ഞാൻ ആദ്യമേ ദോശ ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ, നോൺ സ്റ്റിക്ക് അല്ലെന്ന് വിചാരിച്ചുകൊണ്ട് ദോശ അത് ചുട്ട് എണ്ണയൊന്നും പരട്ടിയില്ല. എന്നിട്ട് ഇതിൽ മാവ് കോരി വെച്ചിട്ട് മറച്ചിടാൻ നോക്കുമ്പോൾ അതാണ്ട് ഇതൊന്നും പോരുന്നില്ല, ഇത് ഒട്ടി ഇരിക്കുവാണ്. പിന്നെ തൊട്ട് ഞാനിതിൽ എണ്ണ പരട്ടിയിട്ട് ദോശ ചൂടാണ്. അത് ഓരോ ദോശ ചുടുമ്പോഴും നമ്മൾ എണ്ണ പരട്ടി കൊടുക്കണം, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുപോലെ ആണ്. ഇത് കട്ടി കുറവെന്ന് മാത്രമല്ല, ഇത് അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ പിന്നെ ഈ കട്ടി കുറവും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം എന്താണെന്നറിയാമോ, ഈ നമ്മുടെ അടുത്ത് തന്നെ ഈ മിക്കവാറും ബ്രാൻഡഡ് കമ്പനികളും ഉണ്ടല്ലോ, അല്ലെങ്കിൽ വലിയ വലിയ ഷോറൂമുകളിലൊക്കെ ഈ പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ വാങ്ങിക്കുമല്ലോ. അപ്പോൾ അതിനെയൊക്കെ കൊണ്ടുപോയിട്ട് ഇതിനെയൊന്ന് മിനുക്കി ഒരു കോട്ടിങ്ങൊക്കെ ഇട്ടിട്ട് പുതിയതുപോലെ ആക്കി തരുന്നതാണോ എന്ന് എനിക്ക് സംശയം. എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഒരു അക്കടി പറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ദോശത്തവ ഭയങ്കര മോശമാണ് കേട്ടോ. അപ്പം ഈ നമ്മൾ വല്ല ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ പറ്റിക്കാൻ പാടില്ല, നമ്മളും പറ്റിക്കപ്പെടാൻ പാടില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോഴേ അത് ഇങ്ങനെ ഓഫറിലൊക്കെ കിട്ടുമ്പോഴേ ഒന്ന് നോക്കിയിട്ട് തുറന്ന് നോക്കി നല്ലതാണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇതിൻ്റെ കനവും. ഇപ്പോൾ ശരിക്കും നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കട്ടിയൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി വാങ്ങിക്കണം എല്ലാവരും കേട്ടോ. ഇങ്ങനെ പറ്റിക്കപ്പെടാൻ പാടില്ലല്ലോ, വിലക്കുറവിൽ വാങ്ങിച്ചിട്ടേ.